നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. സാർ, കോൺഗ്രസിൻ്റെ വാക്കുകളൊക്കെ തന്നെ പാഴ്വാക്കുകളായി മാറുകയാണോ എന്നൊരു സംശയം. ആദ്യം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, ഇലക്ഷൻ ഡേറ്റ് ഒന്ന് പറയട്ടെ, 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നുള്ളത്. അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് പാർട്ടി തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു സിറ്റിംഗ് MP-മാർ മത്സരിക്കില്ല എന്നുള്ള ഒരു തീരുമാനം. ഇപ്പോൾ അതും മാറ്റേണ്ടി വന്നു. അതും ചില കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ചില കടുപിടുത്തങ്ങൾ കാരണം അതും ഇപ്പോൾ പാഴ്വാക്കായി മാറി. ഇപ്പോൾ അവർ മത്സര രംഗത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് കോൺഗ്രസിനൊന്ന് അടിപതറുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത്തവണ പല ഭരണവിരുദ്ധ വികാരങ്ങളും ശക്തമായി തന്നെ ആയുധമായിട്ട് ഉപയോഗിക്കും. ഇത്തവണ ഞങ്ങൾക്ക് തന്നെ വിജയം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറുകയാണ്. ഇതിനിടയിലാണ് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഈ ഒരു ഏറ്റവും ചെറിയ കാര്യമായിരുന്നു ഇത്. പക്ഷെ അതുപോലും സമയത്തിനോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിലൊന്നും തന്നെ അത് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തുടക്കത്തിൽ അടി പതറുന്നുണ്ടോ കോൺഗ്രസിന്? തീർച്ചയായിട്ടും ഏർലി ബേർഡ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് കോൺഗ്രസിന് കിട്ടാതെ പോയിട്ടുണ്ട്. ഒരു കാര്യം നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്നതാണെങ്കിൽ ചോദിച്ചു, ഒരു സാധനം മാർക്കറ്റിൽ ഇറക്കുകയാണ്. ആദ്യമായിട്ട് ഇറക്കുമ്പോൾ ആ സാധനത്തിനുള്ള വില അല്ലെങ്കിൽ അതിനുള്ള അട്രാക്ഷൻ പിന്നീട് രണ്ടാമത് വരുന്നതിന് കിട്ടണമെന്നില്ല. അതല്ലെങ്കിൽ രണ്ടാമത് വരുന്നത് ഇതിനേക്കാൾ മികച്ചതായിരിക്കണം. നമ്മളൊരു തയ്യൽ മെഷീൻ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു സാധനം വരുമ്പോൾ അതിന് ഒരു പ്രത്യേകത, ആദ്യം വരുമ്പോൾ ഒരു പ്രത്യേകത കിട്ടും. പക്ഷെ രണ്ടാമത് വരുന്നത് അതിനേക്കാൾ മികച്ചതാണ്, ഒരു ഇലക്ട്രിഫൈഡ് ആണ്, നമ്മൾ ചവിട്ടി കറക്കണ്ട എന്ന് വരുമ്പോൾ ആളുകൾ ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. അപ്പം അതുപോലെ എപ്പോഴും ആദ്യം വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ രണ്ടാമത് വരുന്നത് അതിനേക്കാൾ മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുറവ് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ കോൺഗ്രസിന് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് MP-മാർ മത്സരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ്. അപ്പോൾ അത് ജനത്തിനറിയാം. MP-മാർ മത്സരിക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രിയാകാൻ. അപ്പോൾ MP-മാർ മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുന്നു, പഴയ MLA-മാർ മന്ത്രിയാകാൻ മത്സരിക്കുന്നു, KPCC-യുടെയും DCC-യുടെയും ഭാരവാഹികൾ MLA ആവാൻ വേണ്ടി മത്സരിക്കുന്നു. അതാണ് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുന്നതിനുള്ള വിഷമം. ഇത് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. അത് VD സതീശൻ വിചാരിച്ചാലും പെട്ടെന്ന് തീർക്കാവുന്നതല്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായാലും അത് കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങും. ജനങ്ങളിതെല്ലാം ഉൾക്കൊള്ളും. കാരണം ജനത്തിനറിയാം ആരൊക്കെ എന്തൊക്കെയാണ് രൂപം ഭാവം എന്നുള്ളത്. ജനത്തിൻ്റെ മനസ്സിൽ ഒരു പിക്ചറും ഉണ്ട്. ആ പിക്ചറിനനുസരിച്ചായിരിക്കും ഒരു വലിയ വിഭാഗം വോട്ട് ചെയ്യുക. നമ്മുടെ വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് ഒരു 58% രാഷ്ട്രീയ വോട്ടുകളാണ്. അതിന് വലിയ മാറ്റമൊന്നും വരില്ല. അത് CPM-ന് ഇത്ര, കോൺഗ്രസിന് ഇത്ര, BJP-ക്ക് ഇത്ര എന്നുള്ളൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ ഏതാണ്ട് ഒരു 58% ആൾക്കാർ ആ വിധത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നവർക്കേ വോട്ട് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 42% വരുന്നത് പല ഘടകങ്ങളുണ്ട്. അതിൽ ജാതി സമവാക്യങ്ങൾ, മതസമവാക്യങ്ങളൊക്കെ വരുന്നുണ്ട്. 20-25% വരെയൊക്കെ അത് പോകാമെന്നാണ് ഈയിടെ ഒരു അസസ്മെൻറ്റ് നടത്തി, ഒരു സർവേ നടത്തിയതെന്ന് കണ്ടത്. പിന്നീട് വരുന്നത് ഒരു 10% സ്ഥാനാർത്ഥിയുടെ മികവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏർലി ബേർഡിന് കവച്ചു വയ്ക്കാൻ പിന്നീട് വരുന്നവർക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. ആ വിധത്തിൽ ഒരു സ്ഥാനാർത്ഥിയെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ കോൺഗ്രസിന് അത് ഗുണം ചെയ്യും. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം സുധാകരൻ തന്നെയാണ്. സുധാകരൻ എന്തുകൊണ്ട് ഇത്ര ഗർജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ സിംഹം ഡൽഹിയിലിരുന്നപ്പോൾ ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മുറിക്കകത്ത്, എനിക്ക് സീറ്റ് കിട്ടിയേ പറ്റൂ എന്നത്. അതിന് അദ്ദേഹത്തിന് പലർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്നുമില്ല. കാരണം അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, താങ്കൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിക്കോ, പക്ഷേ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാം, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം എന്ന്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയത് എന്തിനാണെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ തനിക്ക് കുറച്ച് റോള് ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ പകുതി വഴിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചു. അതിവിടെ ചിലർ ഭയന്നിട്ടാണെന്നാണ് പറയുന്നത്. കാരണം KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു കേഡർ സ്വഭാവമുള്ള, സെമി കേഡർ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ സെമി കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുവരിക എന്നുള്ള വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിന് അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകളും പല നേതാക്കളും വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഇത് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് അദ്ദേഹത്തിനെ ഇവിടുന്ന് പിൻവലിപ്പിക്കാൻ ചിലർ ശ്രമം നടത്തി. കാരണം അദ്ദേഹം പാർട്ടിയെ തന്നെ ഒരു ലൈനിലേക്ക് കൊണ്ടുവരികയാണോ, KPCC അതായത് CPM പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ കോൺഗ്രസിനകത്ത് കെ സുധാകരൻ ഒരു
മൽപ്പിടുത്തം നടത്തി തൻ്റെ കയ്യിൽ പാർട്ടിയെ ഒതുക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചിലർക്ക് ഭയമായിപ്പോയി. അദ്ദേഹം കേഡർ സ്വഭാവം കൊണ്ടുവരാം. കേഡർ സ്വഭാവം വന്നാൽ തീർച്ചയായിട്ടും ആ ഒരു രീതി വരും. സെമി കേഡറായാൽ പോലും തനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ 140 മണ്ഡലങ്ങളിലും വരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നല്ല കോൺഗ്രസ് പ്രവർത്തകരാണ് നോക്കിയതെങ്കിൽ പോലും ആ ഒരു ബന്ധം അവിടെ കിടന്ന് അദ്ദേഹത്തിനൊരു ശക്തി വരുമോ എന്നൊരു ഭയം പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റാൻ ശ്രമിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് വന്നിരിക്കുന്ന ആളാണ്, എന്നെ കേരള രാഷ്ട്രീയത്തിൽ തിരിച്ച് കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകരുത്. അന്ന് ഹൈക്കമാൻഡിൽ ഉൾപ്പെടെ പലരും സമ്മതിച്ചതാണ്. അത് താങ്കൾ വിഷമിക്കേണ്ട, കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ സമയമാകുമ്പോൾ താങ്കൾ തിരിച്ചു വരാം, കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം. അതുകൊണ്ടാണ് ഇന്ന് സുധാകരനെ പിടിയായി നിർത്താൻ പലർക്കും പറ്റാത്തത്. ഇന്നലെ കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ വക്താവായിട്ട് വന്ന് സംസാരിച്ച് ഒതുങ്ങിയില്ല. ഇനി രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതേ ചോദ്യം ചോദിക്കുന്ന പറഞ്ഞു, താങ്കൾ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് വാക്ക് മാറുന്നു എന്ന് അദ്ദേഹം ചോദിക്കുമെന്നാണ് പലരും പറയുന്നത്. കാരണം ആ ഒരു വാക്ക് അദ്ദേഹത്തിന് അന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഡൽഹിയിലിരുന്നും ഗർജിക്കുന്നത്. ആ ഒരു കാരണം അവിടെ ഉണ്ട്. പക്ഷെ ഇതൊന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകില്ല. അത് ഏകദേശമൊക്കെ ഒരു 1-2 ദിവസം കൊണ്ട് ഇത് സെറ്റിലാവും. പിന്നീട് നോമിനേഷനെ കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് പ്രചരണത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങും. പിന്നെ എവിടെയും കുറേ പേര് സ്വതന്ത്രനായിട്ട് മത്സരിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റ് പാർട്ടികളിലേക്ക് ചാടാനുള്ള സമയവും കഴിഞ്ഞു. കാരണം അവരുമൊക്കെ ഏകദേശം സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി CPM-ലേക്കും BJP-ലേക്കൊന്നും അധികം പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് സ്വതന്ത്രം എന്ന് പറഞ്ഞ് ചാടുന്നവർക്കും വലിയ സ്കോപ്പിന് ഇപ്പോൾ വരാൻ ഇല്ല. ഇപ്പോൾ LDF നോക്കുകയാണെങ്കിൽ ഇത്തവണയും അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് മുൻപിൽ നിർത്തി അവർക്ക് പ്രചാരണം നടത്താനും മുൻപിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും അവർക്ക് ഇപ്പോഴും സാധിക്കും. പക്ഷേ ഇപ്പോഴും UDF-ലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെ ഉയർത്തിക്കാട്ടും എന്നുള്ളത് എപ്പോഴും ഒരു തർക്കം നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ UDF ജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും പ്രാപ്തൻ ഇപ്പോഴത്തെ നിലവിലെ ഒരു കോൺഗ്രസിൽ ആരായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ നാളായിട്ട് UDF-നെ നയിച്ചുകൊണ്ട് പോയ ആളെന്നുള്ളത് നിലയ്ക്ക് VD സതീശന് ഒരു എഡ്ജുണ്ട്. ആ ഒരു മുൻതൂക്കം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷേ വേറൊരു പ്രശ്നം കിടക്കുന്നത്, ഇതുപോലെ കഴിഞ്ഞ തവണ UDF-നെ നല്ലപോലെ നയിച്ചു കൊണ്ടുവന്ന് മുന്നോട്ട് വെച്ച ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹത്തിനെ കഴിഞ്ഞ തവണ അവിടുന്ന് ബ്രേക്ക് ചെയ്താണ് വേറൊരാളെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ ആ ഒരു സീനിയറായ ആളിനെ തഴയാമോ എന്നൊരു ചോദ്യം വരും. അതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കും. ഇനി സുധാകരൻ രംഗത്ത് വരികയാണെങ്കിൽ, സുധാകരൻ രംഗത്ത് വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നവും നിൽക്കുകയാണ്. അദ്ദേഹം വളരെ സീനിയറായ ആളാണ്. എല്ലാ കാലത്തും മലപ്പുറത്ത് പ്രത്യേകിച്ച് മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ആ പാർട്ടിയുടെ വ്യക്തിത്വം നിലനിർത്തി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 90-കൾ മുതൽ ശക്തമായി നിന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ സുധാകരന് ഒരു സേ വരണ്ടേ എന്നുള്ളതും അവിടെ വരും. അപ്പം ഇങ്ങനെ ഒരു തർക്കം വന്നാൽ ഹൈക്കമാൻഡ് എന്നാൽ പിന്നെ ഞങ്ങൾ പറയുന്ന ഒരാളെ വെച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് അതാണ്. അപ്പോൾ ഇപ്പൊ പലരും പറയുന്നുണ്ട് അവസാന തീരുമാനം ഹൈക്കമാൻഡിനായിരിക്കും. അങ്ങനെ അവസാന തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടാൽ അത് പോയി നിൽക്കുന്നത് ഇതിലൊന്നും സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്കായിരിക്കും എന്നുള്ളതും കൂടെ ഒരു സത്യമാണ്. പക്ഷെ ഇതിൽ ആദ്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടത് തങ്ങൾക്ക് 70-ന് മേൽ സീറ്റ് നേടാൻ കഴിയുമോ എന്നുള്ളതാണ്. 100 എന്നൊക്കെ പറയുന്നെങ്കിലും ആ 100-ലേക്കൊക്കെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ഇത് 2001-ലെ കോൺഗ്രസ് അല്ല, 2001-ലെ കേരളവുമല്ല. ഇവിടെ എന്നൊക്കെയെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ഒരു 2% ഉണ്ടെങ്കിൽ പോലും സ്വിങ് മാറി 80-85 സീറ്റ് വരെ പിടിക്കാം. ഒരു 3%, 4% ആയിക്കഴിഞ്ഞാൽ 100 സീറ്റിന് അടുപ്പിച്ചോ അതിന് പുറത്തോ പോകാം. അത് അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഭരണവിരുദ്ധ വികാരത്തിൽ ഒരു 20%, 22% വരെയൊക്കെ BJP പിടിക്കുകയാണെങ്കിൽ അവിടെ 3-ാം ഊഴത്തിന് LDF-ന് ഒരു ചാൻസ് വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് അവരെ ഇപ്പോൾ ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായിക്കോളും. 3 മുന്നണികൾ ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ ആരാണോ ഫസ്റ്റ് സെക്കൻഡ് റേസിലേക്ക് പോകുന്നത് എന്നുള്ളൊരു അവസാന നിമിഷം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൽ എനിക്കിഷ്ടമുള്ള ആൾക്ക് എന്ന് പറഞ്ഞ് ബഹുഭൂരിപക്ഷം വോട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വന്നില്ലെങ്കിൽ ഈ ഒരു അവതാളത്തിലാകുന്ന അവസ്ഥ, ഒരു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ വന്നുകൂടായികയില്ല. അപ്പം അതുകൊണ്ട് ഇത് 3 മുന്നണികൾ ഒരുപോലെ, 3-ാം മുന്നണിയും 1-ാം മുന്നണി 2-ാം മുന്നണിയൊക്കെ ഒരുപോലെ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിലേത്
വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു നിർണായകമായ ഒരു മനസ്സ് ജനങ്ങൾക്കുണ്ടാകണം, അതിന് വോട്ടിംഗ് ടെൻഡൻസി ഉണ്ടാകണം. അത് രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് അവരെ ആ വിധത്തിൽ ട്രെയിൻ ചെയ്യേണ്ടതാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഇന്നിടത്തൊക്കെ ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് മൂന്ന് മുന്നണികളും പറഞ്ഞ് അവരെ ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടതുണ്ട്. ഇതുപോലെ സാർ, ഇപ്പോൾ നമുക്ക് കോൺഗ്രസ്സിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞങ്ങ് തള്ളാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഏത് മുന്നണി എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ LDF-ലാണെങ്കിൽ കൂടി ഇപ്പോൾ തളിപ്പറമ്പിലെ ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥ്യം അത് ചൊല്ലി ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ സംബന്ധിച്ച് അതൊക്കെ അവിടെ തീരും. ഈ പറഞ്ഞ പോലെ കേഡർ സംവിധാനമായതിനാൽ തന്നെ അതൊക്കെ അവിടെ തന്നെ ചുരുങ്ങും. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്തവണ ശ്രീ G. സുധാകരൻ അമ്പലപ്പുഴ ഉയർത്തിയിരിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ ആയിഷ പോറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത്, അതുപോലെ PK ശശി മണ്ണാർക്കാട് ഇപ്പം മത്സരിക്കാൻ തയ്യാറാകുന്നു, അത് UDF-ന്റെ പിന്തുണയോടുകൂടി ആയിരിക്കും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ TK ഗോവിന്ദനാവട്ടെ, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിക്കണ്ണനാവട്ടെ മത്സരിക്കുന്നത് തളിപ്പറമ്പിലായാലും പയ്യന്നൂരായാലും ഒക്കെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഇവരൊക്കെ ഇലക്ഷനിൽ നിന്നിട്ട് ചില കാര്യം ഇപ്പം അവർ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ അവർക്ക് വേറൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. ഇപ്പം അടിച്ചുകളയും വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം. പക്ഷെ സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ വേറൊരു ഇമേജിലാണ് വരുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അവരെ തൊട്ടാൽ വിവരം അറിയും. അപ്പോൾ അവർക്ക് വേറൊരു കറേജ് വരും, കവറേജ് കിട്ടും. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവർ വരുന്നത്. അവർക്ക് എന്തും പറയാനുള്ള വോയിസ് കിട്ടും, സ്പേസ് കിട്ടും. അപ്പോൾ LDF-ന് എങ്ങനെ മറുപടി പറയാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. LDF മാത്രമല്ല, LDF ഒരു കേഡർ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് കേഡർ പാർട്ടിയാണെങ്കിൽ ഒരു ഇസ്ലാമിക് കേഡർ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്. അവിടെ പ്രശ്നമാണ്. രണ്ടത്താനി ഉയർത്തുന്ന പ്രശ്നം ചില്ലറയല്ല. രണ്ടത്താനി മാത്രമല്ല, ഏതാണ്ടൊരു 10ഓളം ലീഗ് നേതാക്കൾ ഇപ്പോൾ ഇടതുമുന്നണിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് സീറ്റ് തരുമോ എന്ന് ചോദിച്ചു. അപ്പം അതിൽ രണ്ടത്താനിയെ പോലുള്ളവരെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും CPM അതെടുക്കും. CPM അതുപോലത്തെ 2-3 പേരെ കൂടെ എടുത്ത് മലപ്പുറത്ത് ഒരു പ്രശ്നം സൃഷ്ടിക്കാനും ശ്രമിക്കും. അപ്പോൾ അതൊക്കെ ഇനി വരുന്ന ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ 1-2 ദിവസത്തിനകം നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പിക്ചർ മാറ്റിമറിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി നിർണയവും അത് കഴിഞ്ഞ് അവരുടെ നോമിനേഷനും അത് പിൻവലിക്കുന്നത് അടക്കമുള്ളത് കഴിഞ്ഞാലേ നമ്മുടെ ഒരു ഇലക്ഷൻ പിക്ചർ ക്ലിയർ ആവുള്ളൂ. അപ്പോഴേ നമുക്ക് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ പറ്റുന്ന, അത് മാത്രമല്ല ഒരാഴ്ചയും കൂടെയെങ്കിലും അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം. ഇപ്പോൾ 9-ാം തീയതിയാണ് ഇലക്ഷൻ എങ്കിലും നമുക്കൊരു ഏപ്രിൽ 5 മാത്രമേ ഒരു മണ്ഡലത്തിലെ ഒരു അസസ്മെന്റ് ക്ലിയർ ആയിട്ട് നടത്താൻ പറ്റൂ. കാരണം ഇവരുടെ പെർഫോമൻസ് വെച്ചിട്ട് ജനങ്ങളൊരു വിലയിരുത്തൽ നടത്തും. ആ വിലയിരുത്തലിൻ്റെ ഒരു ആകത്തുക നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പറയും, ഇന്ന ആൾ ഭയങ്കര മിടുക്കനാണ്, അദ്ദേഹം മണ്ഡലത്തിൽ സുപരിചിതനാണ്. പക്ഷെ മണ്ഡലത്തിൽ സുപരിചിതനായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരെങ്ങനെയാണ് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത്, ഇലക്ഷനിലെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ 3 മുന്നണികൾ നിൽക്കുമ്പോൾ ആരെ വേണം എന്നുള്ളൊരു ചോയ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മെസ്സേജ് ഞങ്ങൾ ഇന്ന കാരണങ്ങളാൽ മറ്റവരെക്കാൾ മികച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അത് ഇനി വരുന്ന മൈക്ക് പ്രചരണം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറയും, ഈ മൈക്ക് അനൗൺസ്മെൻറ്റ് നിസ്സാരമല്ല. അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് ആരപ്പ എന്ന് ചോദിച്ചില്ലേ, ആ ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ മുഴുകിക്കേട്ടു. മൈക്ക് അനൗൺസ്മെൻറ്റ് ചില്ലറയല്ല. വെറുതെ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇതാ നിങ്ങളെ എല്ലാവരെയും കോരിത്തെരിപ്പിച്ചുകൊണ്ട് ജനനായകൻ, വികസന നായകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറുക്കിക്കൊള്ളുന്ന ചില ചോദ്യങ്ങൾ ജനങ്ങളോട് ചോദിക്കാൻ മൈക്ക് അനൗൺസ്മെൻറ്റിന് കഴിഞ്ഞാൽ മൈക്ക് അനൗൺസ്മെൻറ്റ് തന്നെ ജനങ്ങളെ ചിന്തിപ്പിക്കും. അപ്പം ഞാൻ ചിന്തിക്കുന്ന അതേ ചോദ്യം മൈക്ക് അനൗൺസ്മെൻറ്റിലൂടെ വരുമ്പോൾ എനിക്കൊരു താതാത്മ്യം, നിഷ്പക്ഷനാണെങ്കിൽ ആ പാർട്ടിയുമായിട്ട് വരും. അപ്പോൾ നിഷ്പക്ഷരുടെ വോട്ട് നേടുന്നതിന് മൈക്ക് അനൗൺസ്മെൻറ്റ് വലിയൊരു പ്രധാന ഘടകമാണ്. സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് രണ്ടും യോജിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏപ്രിൽ 5 നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഫൈറ്റ് എങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BJP 35 സീറ്റുകളിൽ നിശ്ചയിക്കുന്ന A+ എന്നവർ വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ എത്ര സീറ്റ് അവർ പിടിക്കും? കുറഞ്ഞത്
ഒരു 10 സീറ്റെങ്കിലും അവർക്ക് കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റിൽ തോന്നുന്നത്. ഒരു 6-7 സീറ്റ് BJPക്കും അതുപോലെ തന്നെ 3-4 സീറ്റുകൾ BDJSും അല്ല പിന്നെ 2020യും 1-2 സീറ്റുകൾ BDJSും പിടിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലാണ്. BJP നിശ്ചയിക്കുന്നിടത്തായിരിക്കും അല്ലെങ്കിൽ NDA നിശ്ചയിക്കുന്നിടത്തായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ദിശ പോവുക എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും ഇനി ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു സമയമാണ്. ഈ പറഞ്ഞതുപോലെ ഇനിയാണ് ശരിക്കും പറഞ്ഞൊരു ചൂടേറിയ രാഷ്ട്രീയ പ്രചാരണങ്ങൾ തുടങ്ങാൻ പോകുന്ന സമയം. ഇതിനിടയിൽ ചിലപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഇനി വലിയ പുതിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു സാറ് പറഞ്ഞതുപോലെ ഈ ഒരു കുറച്ച് ദിവസങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണം അല്ലെങ്കിൽ അവർ ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ അതൊക്കെ എത്രത്തോളം ഇനി അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇനി വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്, മനസ്സിലായില്ലേ? LDF എന്താണ് ജനത്തിനറിയാം, UDF എന്താണ്, BJP എന്താണ്, ഇത് മൂന്നും ജനത്തിനറിയാം. പക്ഷേ ഈ ഇമേജിനെ ഒന്ന് അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിലൊരു പ്രചരണം അത് നടത്തിയാൽ മതി. അത് നടത്തിയാൽ അവരുദ്ദേശിക്കുന്ന വോട്ടുകളെല്ലാം അവരുടെ വെട്ടിയിൽ തന്നെ വീഴും. അതിന് ഇവർക്ക് കഴിയുമോ? അത് ഡീറെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ മറ്റേ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. LDFന്റെ ശ്രമം കോൺഗ്രസിനെ കുറിച്ച് ജനത്തിന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുക. തിരിച്ച് കോൺഗ്രസിനും അങ്ങനെ ചെയ്യാൻ കഴിയുമോ? BJPക്ക് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് പുള്ളിയുള്ള നസീറും പുള്ളി ഇല്ലാത്ത നസീറും കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒക്കച്ചങ്ങാതിമാരാണെന്ന് പറയുന്നില്ലേ, അതുപോലെ കാണിച്ചുകൊണ്ട് അവർക്ക് ഒരു മാറ്റം വരുത്താൻ കഴിയുമോ? ഇത് ജനങ്ങളിലേക്ക് എത്രത്തോളം ആ മെസ്സേജ് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ഇലക്ഷന്റെ വിധി. അതെ, തീർച്ചയായിട്ടും ആ വിധി എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് കേരളം മുഴുവൻ. നിങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. അത് നല്ലപോലെ തന്നെ വിലയിരുത്തി, സ്ഥാനാർത്ഥികളെ വിലയിരുത്തി തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും എന്താണ് കേരളത്തിലെ ജനങ്ങൾ വിധിക്കുന്നത് എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.